ഹലോ ഗൈസ്, നമ്മളെ പുതിയ വീഡിയോ ഏവർക്കും. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണ് ഗ്രീഷ്മ? ഇന്നൊരു കോവിലിലെ ഉത്സവം കാണാൻ പോവാണ്. നാളെ കാർത്തികയാണ്, അപ്പൊ ഇന്ന് കോവിലിലെ ഉത്സവമാണ്. അപ്പൊ നമുക്ക് അവിടുത്തെ വൈബും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഈ സ്ഥലം എവിടെയാണ്? പുന്നമൂട് പോണ പുന്നമൂട് പോണ വെടിവെച്ചാൽ പുന്നമൂട് പോണ റൂട്ടില് ഇതെന്തിര്? സരസ്വതി ദേവി. അതെന്തിര് ഇരിക്കുന്ന കിളി? പ്രാവ്. തത്ത എപ്പുറത്ത്. അതെന്തിര്? റെഡ് ഇത് ഇപ്പുറത്തുള്ളതാ. ഇതേത്? അവള് പറ ഇതേത്? അത് കഴിഞ്ഞ അതിന്റെ അപ്പുറത്തുള്ളത് ഇപ്പൊ കൊണ്ടു വന്നില്ല. ഇതാ വെച്ച് കോയിലിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. നാളെ ചിക്കൻ പരട്ടും ദോശയും പുട്ടും പപ്പടം. എന്ത് നല്ല ഫുഡാണ്. ചിക്കൻ പരട്ടും പപ്പടം ദോശ പുട്ട് അങ്ങനെയല്ല. അയ്യോ വലിയ പാട്. അങ്ങനെയുണ്ട്. ഘോഷയാത്ര അല്ലേ? ഇത് വേറെ അങ്ങനെ ഘോഷയാത്ര വരെയാണ്. ഘോഷയാത്ര നമ്മളെ കോവിലല്ലേ? ദിയ ബാക്കി സാധനം കൊണ്ടല്ലേ? തന്നെയല്ലേ? അടുത്ത സാധനം വാങ്ങിച്ച് നമ്മൾ നോക്കണ്ടല്ലേ? വന്ന് തലയിൽ വെച്ചതല്ലേ ഈ ദീപണ്ണനെ കരച്ചില്ലോ. പിന്നെ എന്തിനാ വാങ്ങിച്ചു കൊടുത്ത്? ദേവിയെ കണ്ട മയം തുടങ്ങിയല്ലേ? പണി കിട്ടി മഴ നനഞ്ഞ് പോയിട്ടില്ല. ദിയ ആന പറഞ്ഞ ദിയ ആന പേടിയുണ്ടോ? ആന സെക്കൻഡിനെ ആനോട് ഞാൻ പറയണ്ടോ? സെക്കൻഡിനെ ഓ ആന. നീ ആന തൊടണോ? വാ ഞാൻ കൊണ്ടുപോ. ആന തൊടണോ? മഴ നല്ല കൂടി വന്നിട്ട് മഴ ആയതുകൊണ്ട് നമ്മൾ ആത്ത് കയറിയല്ലേ? ആന ഇവിടെ തന്നെ ഉണ്ട്. ഫുൾ ബ്ലോക്കാണ്. എങ്ങനെ പോകുന്ന ഒരു ഐഡിയ ഇല്ല. ഇവിടെ നാളെകൾ ഫ്രീ ആയിട്ട് കൊടുക്കും. ഞാൻ വാങ്ങിച്ചിട്ട് വരാം. മേജർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ 7ാം ഉത്സവ സുദിനമായ ഡിസംബർ 12 വ്യാഴാഴ്ച പവിത്ര പൂജാ ചടങ്ങുകൾക്ക് പുറമെ രാത്രി 7:15 സമ്മാനദാനം ഫ്രീ ആയിട്ട് കിട്ടിയേട്ടാ.
അപ്പൊ നമുക്ക് പോവാം. വെള്ളിയാഴ്ച 8ാം ഉത്സവ സുദിനം രാവിലെ 10:15 വളരെ മൊത്തം ഇത് തന്നെ അല്ലേ? മഴ നമ്മളോടത്ത് വന്നപ്പോ തന്നെ മഴ പെയ്തല്ലേ? അത് വല്ലാത്ത ഇതായിപ്പോ എനിക്ക്. തട്ടപൂജ വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് ആരും വെച്ചിട്ടില്ല. ബീച്ച് നമ്മൾ വെടിച്ചം കോയിലിലൂടെ എത്താറാകുമ്പോ ഒരു കോയിനെത്തി കൊടുക്കും എറിയോടി. വണ്ടി എണ്ണി എറിഞ്ഞാ മതി. പക്ഷെ നീ എറിയണ നീയാ? പൈസ താമിക്ക് എറിയണ? പറ. അമ്മ എറിയട്ടാ? ഭീഷ്മ ഇറങ്ങി നിൽക്കാണ്. എന്തൊരു ആവുമെന്തോ. ആള് നിപ്പുണ്ടോടാ? അവിടെ ആള് ഉണ്ട് കേട്ടോ. കൈ കൊടുക്കാൻ വിളിച്ചു. രണ്ട് വെടി. വലിയ വടി ഒന്ന്, ചെറിയ വടി ഒന്ന് അല്ലേ? ഒന്ന് കേട്ട് കായ് വിട്ട്. അങ്ങനെ ഇതാ ഞങ്ങളുടെ എൻ്റെ നാട്ടിലൊക്കെ തൃക്കാർത്തിക ഉത്സവത്തിന്റെ ഉത്സവം തുടങ്ങി. അങ്ങനെ ഇന്ന് അവസാനത്തെ ദിവസമാണ്. അങ്ങനെ ഞങ്ങൾ ഇന്നലെ തൃക്കാർത്തിക ഉത്സവം നടക്കണ കോവിലിൽ പോയി. ഭഗവതി നടയണ ആ കോവിൽ. അങ്ങനെ പോയപ്പം നിങ്ങൾ കണ്ടു കാണൂല ആ കാഴ്ചകളൊക്കെ. വളരെ ലൈറ്റിങ് അറേഞ്ച്മെന്റ് എല്ലാം. പക്ഷെ ഒരു അനക്കമില്ലായിരുന്നു. അപ്പോഴെനിക്ക് സംശയം തോന്നുന്നു ആരും ഇല്ല അധികം. പിന്നെ ഞങ്ങൾ വിചാരിച്ചെങ്കിൽ പിന്നെ ഇറങ്ങണ്ട, നട അടച്ച് കാണുമെന്ന് കരുതി ഞങ്ങൾ തിരിച്ചു വന്ന് ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഉണ്ട് ഇതാ ദേവി എഴുന്നള്ളതാണ്. ദേവി അവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ആരും ഇല്ലാതിരുന്നത്. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചു പോയതാണ് ഒന്ന് തൊഴാൻ പറ്റണം. ഇതുവരെ ആയിട്ട് പോയില്ല. ഉത്സവം തുടങ്ങിയിട്ട് ഏകദേശം 7 ദിവസം ആവണം ഇന്നും കൂടെ ചേർത്ത്. അങ്ങനെ ആഗ്രഹിച്ചു പോയപ്പോൾ തന്നെ ദേവിയെ നടയിൽ കണ്ട് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാ. ഇന്നലെ ദേവി എഴുന്നള്ളത്തുണ്ടായിരുന്നു. ദേവി ആനപ്പുറത്ത് ആണ് എഴുന്നള്ളി കൊണ്ടുവന്നത്. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച കാര്യം തൊഴണം എന്ന് കരുതി പോയ കാര്യം തന്നെ നടന്നു. വളരെ സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു. അതുകൂടാതെ ദിയ ബലൂൺ വാങ്ങാനായിട്ട് മെയിനായിട്ട് വന്നത്. അപ്പോഴേ ബലൂണും ഇന്നലെ ഇല്ലായിരുന്നു. ഏകദേശം ഇന്നുകൊണ്ട് തീരും. അതും കടന്ന് വിചാരിച്ച കാര്യവും നടന്നു. പ്രതീക്ഷിക്കാതെ നടന്നതിൻ്റെ സന്തോഷവും ഉണ്ടായിരുന്നു. അങ്ങനെ തൊഴാനും പറ്റി. ഇന്നലെ ലൈറ്റിംഗ് കണ്ട് വളരെ നല്ലൊരു രാത്രിയായിരുന്നു. അങ്ങനെ ഇന്ന് തൃക്കാർത്തിക ദിവസമാണ്. അതുകൊണ്ട് എല്ലാവർക്കും തൃക്കാർത്തിക ദിനാശംസകൾ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നീട് കാണാം. ചാച്ചാ. ഇതുപോലെയുള്ള ട്രാവലിംഗ് ബ്ലോഗ്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാച്ചാ.